പ്രൈസ് ദി ലോർഡ്. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 15, തിരുവചനങ്ങൾ 5 മുതൽ 8 വരെ. ഇതിനുശേഷം സ്വർഗത്തിൽ സാക്ഷ്യകൂടാരത്തിൻ്റെ ശ്രീകോവിൽ തുറക്കപ്പെടുന്നത് ഞാൻ കണ്ടു. 7 മഹാമാരികളേന്തിയ 7 ദൂതന്മാർ ശ്രീകോവിലിൽ നിന്ന് പുറത്തു വന്നു. അവർ ധവള വസ്ത്രം ധരിച്ചിരുന്നു. വക്ഷസിൽ പൊന്നുകൊണ്ടുള്ള ഇടക്കച്ച കെട്ടിയിരുന്നു. 4 ജീവികളിലൊന്ന് എന്നെന്നും ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ ക്രോധം നിറച്ച 7 പൊൻകലശങ്ങൾ 7 ദൂതന്മാർക്ക് കൊടുത്തു. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും ശക്തിയുടെയും ധൂമം കൊണ്ട് ശ്രീകോവിൽ നിറഞ്ഞു. 7 ദൂതന്മാരുടെ 7 മഹാമാരികളും അവസാനിക്കുവോളം ഒരുവനും ശ്രീകോവിലിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ദൈവവചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, വെളിപാട് പുസ്തകം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. തിന്മയുടെ മേൽ ദൈവം നടപ്പിലാക്കുന്ന ശിക്ഷാവിധിയാണ് രക്ഷാചരിത്രമായി അവതരിപ്പിക്കുന്നത്. 7 മുദ്രകൾ തുറന്നപ്പോൾ ഉണ്ടായ ശിക്ഷാവിധികൾ പ്രപഞ്ചത്തിൻ്റെ 4/1 ബാധിച്ചത്. തുടർന്ന് വന്ന 7 കാഹളങ്ങൾ മുഴക്കുന്നവരുടെ ശിക്ഷാവിധികൾ പ്രപഞ്ചത്തിൻ്റെ 3/1 ബാധിച്ചു. കൂടുതൽ തീക്ഷ്ണവും ശക്തമായിരുന്നു. ഇപ്പോഴ് സംഭവിക്കാൻ പോകുന്നത് അവസാനത്തെ ശിക്ഷാവിധികളാണ്. 3-ാമത്തെ സപ്തഗണം, അത് 7 പാത്രങ്ങളേന്തിയ ദൂതന്മാർ ദേവാലയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്തു വരികയും ആ ഓരോ പാത്രവും ഭൂമിയിൽ ചൊരിയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് സമൂലമായ നാശം. അപ്പോൾ 4-1, 3-1 പൂർണ്ണം എന്നിങ്ങനെ പടിപടിയായി ശക്തിപ്പെടുന്ന ശിക്ഷാവിധിയുടെ ഒരു ചിത്രീകരണം വെളിപാട് പുസ്തകത്തിൻ്റെ 2-ാം ഭാഗത്ത് കാണാം. അതിൽ അവസാനത്തെ ശിക്ഷാവിധിയുടെ ചിത്രീകരണമാണ് നമ്മളിപ്പോഴും വായിക്കാനായിട്ട് പോകുന്നത്. 15-ാമത്തെ അധ്യായം 5 മുതൽ 16-ാമത്തെ അധ്യായം 21 വരെയുള്ള വാക്യങ്ങളിൽ ഈ ചിത്രീകരണം നമുക്ക് കാണാൻ സാധിക്കും. ക്രോധത്തിൻ്റെ പാത്രങ്ങൾ ഏന്തിയ ദൂതന്മാരെ 15-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇനി അത് കുറച്ചുകൂടി വിശദമായി പ്രതിപാദിക്കുകയാണ്. ഇതിനുശേഷം എന്ന് പറഞ്ഞാൽ 15-ാമത്തെ അധ്യായത്തിൽ കണ്ട വിശ്വാസികളുടെ, രക്ഷിക്കപ്പെട്ട സമൂഹത്തിൻ്റെ, രക്തസാക്ഷികളുടെ സ്തോത്രഗീതത്തിനും കീർത്തനഗാനങ്ങൾക്കും ശേഷം ആണ് നമ്മൾ ഇത് കാണാൻ പോകുന്നത്. ഇതിനുശേഷം സ്വർഗത്തിൽ സാക്ഷ്യകൂടാരത്തിൻ്റെ ശ്രീകോവിൽ തുറക്കപ്പെടുന്നത് ഞാൻ കണ്ടു. സാക്ഷ്യകൂടാരത്തിന് 2 ഭാഗങ്ങളുണ്ട്. ആദ്യത്തേത് ദേവാലയം, അല്ലെങ്കിൽ സാക്ഷ്യകൂടാരത്തിൻ്റെ ഒരു ഭാഗം വിശുദ്ധ സ്ഥലം, അതിൻ്റെ അപ്പുറത്ത് അതിവിശുദ്ധ സ്ഥലം അഥവാ ശ്രീകോവിൽ എന്ന് പറയും. സാക്ഷ്യകൂടാരത്തിൻ്റെ മാതൃകയിലാണ് പിന്നീട് സോളമൻ ദേവാലയം പണിതത്. യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ഹെറോദേസ് പുതുക്കി പണിത ദേവാലയം എല്ലാം ഘടനയൊന്നായിരുന്നു. ഏറ്റവും ഉൾഭാഗത്തുള്ള അതിവിശുദ്ധ സ്ഥലം അത് വിരിയിട്ട് മറച്ചിരുന്നു. മഹാപുരോഹിതൻ മാത്രം ആണ്ടിലൊരിക്കലേ അവിടെ പ്രവേശിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ അത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും പ്രകടമായ, ഏറ്റവും വിശുദ്ധമായ സ്ഥലമാണ്. സാക്ഷ്യകൂടാരത്തിൻ്റെ ശ്രീകോവിൽ തുറക്കപ്പെട്ടു. അവിടുന്ന് വരുന്നത് ദൈവത്തിൻ്റെ തന്നെ കൽപ്പനയായിരിക്കും, ദൈവമായിരിക്കും, ദൂതന്മാരായിരിക്കും. അപ്പോൾ ദൈവമാണ് ഈ ഭൂമിയുടെ മേൽ ഭരണം നടത്തുന്നത്, ദൈവത്തിൻ്റെ നിയമമാണ്, ദൈവത്തിൻ്റെ കൽപ്പനകളാണ് ഇവിടെ ഭരണം നടത്തുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഇത് വരുന്നു. ഈ സാക്ഷ്യകൂടാരത്തിൽ നിന്ന്, ദേവാലയത്തിൽ നിന്ന്, സാക്ഷ്യപേടകത്തിൽ നിന്ന് ഒക്കെ ശബ്ദങ്ങൾ വരുന്നു, വിധികൾ വരുന്നു എന്ന് പറയുന്ന കാര്യം. ഈ ഭൂമിയുടെ മേൽ ആധിപത്യം നടത്തുന്നത് സാമ്രാജ്യശക്തികളല്ല, ഈ സാമ്രാജ്യശക്തികളെ പോലും നിയന്ത്രിക്കുന്ന, നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് ശ്രീകോവിൽ തുറക്കപ്പെടുന്നത് ഞാൻ കണ്ടു. 7 മഹാമാരികളേന്തിയ 7 ദൂതന്മാർ ശ്രീകോവിൽ നിന്ന് വന്നു. സ്വർഗം തുറക്കപ്പെടുമ്പോൾ വരുന്നത് ശിക്ഷയുടെ ഒരു ചിത്രീകരണമാണ്. 7 ദൂതന്മാർ ധവള വസ്ത്രം ധരിച്ചിരുന്നു. ധവള വസ്ത്രം വിശുദ്ധിയുടെ അടയാളമാണ്. നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ കണ്ട മനുഷ്യപുത്ര ദർശനവുമായി ഇതിന് സാമ്യമുണ്ട്. ധവള വസ്ത്രം ധരിച്ചിരുന്നു. വക്ഷസിൽ പൊന്നുകൊണ്ടുള്ള ഇടക്കച്ച അവർ കെട്ടിയിരുന്നു. ദൈവത്തിൻ്റെ രാജകീയ അധികാരമുള്ളവരാണ് അവർ. ദൂതന്മാരാണ്, ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാർ, രാജകീയ അധികാരമുള്ളവർ. അതാണ് വക്ഷസിലെ പൊന്നുകൊണ്ടുള്ള ഇടക്കച്ച സൂചിപ്പിക്കുന്നത്. 4 ജീവികളിൽ ഒന്ന് എന്നെന്നും ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ ക്രോധം നിറച്ച 7 പൊൻകലശങ്ങൾ 7 ദൂതന്മാർക്ക് കൊടുത്തു. നമ്മൾ കണ്ടതാണ്. 4 ജീവികൾ ഈ പ്രപഞ്ചത്തെ മുഴുവനുമാണ് സൂചിപ്പിക്കുക. സചേതനവും അചേതനവുമായ മൃഗങ്ങളും പക്ഷികളും മനുഷ്യരും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവനും പ്രതിനിധാനം ചെയ്യുന്നവരാണ് ഈ 4 സൃഷ്ടികൾ, 4 ജീവികൾ. ആ 4 ജീവികളിലൊന്ന് ഈ പൊൻചഷകങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുക, ഇനി സംഭവിക്കാൻ പോകുന്ന നാശനഷ്ടങ്ങളെല്ലാം ഈ പ്രപഞ്ചത്തെ മുഴുവനും ബാധിക്കുന്നതായിരിക്കും. പ്രപഞ്ചത്തിലുണ്ടാകുന്ന ശിക്ഷാവിധികളാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും ശക്തിയുടെയും ധൂപം കൊണ്ട് ശ്രീകോവിൽ നിറഞ്ഞു. ഇത് പലതവണ ബൈബിൾ പരാമർശമുണ്ട്. സാക്ഷ്യപേടകം
സാക്ഷ്യ കൂടാരത്തിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ വിധികളെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ധൂപം കൊണ്ട് നിറഞ്ഞിരുന്നു. പുറപ്പാട് പുസ്തകം 40-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. മോശയ്ക്ക് പോലും അവിടെ നിൽക്കാൻ കഴിയാത്ത വിധം ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അത് നിറഞ്ഞു. ഇതുപോലെ തന്നെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ സോളമൻ ദേവാലയം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ ദേവാലയത്തിൽ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ മേഘം പോലെ നിറയുന്നതായിട്ട് കാണും. ഏശയ്യായുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ വീണ്ടും കാണും ഏശയ്യാക്കുണ്ടാകുന്ന ദർശനം. ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് ദേവാലയം നിറഞ്ഞു നിൽക്കുന്നു. ദൈവമഹത്വത്തിൻ്റെ അടയാളമാണ്, സൂചനയാണ്, പ്രതീകമാണ് മേഘം. അപ്പോൾ ആർക്കും അവിടെ പ്രവേശിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മറ്റൊന്നുകൂടിയാണ്. ദൈവം അന്തിമമായ ശിക്ഷാവിധി നടത്തുമ്പോൾ പിന്നെ മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് അർത്ഥമില്ല, മാധ്യസ്ഥം സ്വീകരിക്കുകയുമില്ല. രക്ഷപ്പെടാൻ, മാനസാന്തരപ്പെടാനുള്ള അവസരം ഈ വിധിക്ക് മുൻപാണ്. വിധിക്കാൻ വരുന്നവൻ കരുണയോടുകൂടി ആയിരിക്കില്ല വിധിക്കുക, വിധിക്കാൻ വരുന്നവൻ നീതിപൂർവമായിരിക്കും വിധിക്കുന്നത്. അതുകൊണ്ട് കരുണയുടെ സമയം വിധിയുടെ സമയമല്ല. വിധി തുടങ്ങുമ്പോൾ അവിടെ നീതിപൂർവകമായ വിധിയായിരിക്കും. ഇതാണ് പ്രത്യേകം പറയുക. ഈ 7 മഹാമാരികളും അവസാനിക്കുവോളം ഒരുവനും ശ്രീകോവിലിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ദേവാലയത്തിൽ പ്രവേശനം നിഷേധിച്ചുകൊണ്ടാണ് ഈ ശിക്ഷാവിധി നടപ്പിലാക്കുന്നത്. ഇതെല്ലാം പ്രതീകങ്ങളാണ് എന്നോർക്കണം. ഇപ്പോൾ നിത്യവിധിയുടെ സമയത്ത് കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ചതുകൊണ്ട് കാര്യമില്ല. ഇപ്പോഴാണ് കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കേണ്ടത്, ഇപ്പോഴാണ് മാനസാന്തരപ്പെടേണ്ടത്. ഇതെല്ലാം നമുക്ക് മാനസാന്തരത്തിനുള്ള ഒരു ആഹ്വാനമായി, വരാൻ പോകുന്നതിൻ്റെ ഒരു മുൻ സൂചനയായി, അടയാളങ്ങളായി നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കുകയാണ്. ഇനി ക്രോധത്തിൻ്റെ പാത്രങ്ങളാണ് ഗ്രന്ഥകാരൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ശ്രീകോവിലിൽ നിന്ന് ആ 7 ദൂതന്മാരോട് പറയുന്ന ഒരു വലിയ സ്വരം ഞാൻ കേട്ടു. ശ്രീകോവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ അടയാളമാണെന്നറിയാം. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമാണ്. നിങ്ങൾ പോയി ദൈവകോപത്തിൻ്റെ ആ 7 പാത്രങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുക. നശിപ്പിക്കാൻ പോവുകയാണ്. തിന്മയുടെ മേലുള്ള അവസാനത്തെ ശിക്ഷാവിധിയാണ്, ഉന്മൂലനം ചെയ്യാൻ പോകുന്നു. നിങ്ങൾ പോയി ദൈവകോപത്തിൻ്റെ പാത്രങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുക. ഉടനെ 1-ാമൻ പോയി തൻ്റെ പാത്രം ഭൂമിയിലേക്ക് ഒഴിച്ചു. അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ ആരാധിക്കുന്നവരുമായ മനുഷ്യരുടെ മേൽ ശരീരത്തിൽ ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങളുണ്ടായി. ഇനി അങ്ങോട്ട് പറയുന്ന പ്രതിഭാസങ്ങൾ മിക്കവാറും എല്ലാം തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പുറപ്പാട് സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ടു കഴിഞ്ഞവയാണ്. ഇവിടെ ഉണ്ടാകുന്ന എല്ലാ ബാധകളും, എല്ലാ ശിക്ഷാവിധികളും പുറപ്പാടുമായി ബന്ധപ്പെടുത്തി വന്ന 10 മഹാമാരികളെ അനുസ്മരിപ്പിക്കുന്നവയാണ്. പുറപ്പാട് പുസ്തകം 9-ാമത്തെ അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഈ വ്രണങ്ങളെക്കുറിച്ച് പറയും. ഇപ്പോൾ ദൈവനിഷേധികളായി ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയും ധാർമ്മിക നിയമങ്ങളെയും ധിക്കരിച്ച് തോന്നിയതുപോലെ ജീവിക്കുന്നവർ, സാത്താൻ്റെ ആധിപത്യത്തിന് കീഴിലായി പോകുന്നവർ, അധാർമിക ജീവിതം നയിക്കുന്നവർ ശരീരത്തിൽ തന്നെ ശിക്ഷ ഏറ്റുവാങ്ങും എന്ന ശക്തമായൊരു സൂചനയാണ് ഇവിടെ നൽകുക. അതിൻ്റെ അനുഭവങ്ങൾ ഇന്ന് നമ്മൾ വളരെ ദയനീയമായി തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. ധാർമ്മികതയെ കാറ്റിൽ പറത്തി തോന്നിയ പോലെ ജീവിക്കുന്ന വ്യക്തികൾ അവസാനം മാരകമായ രോഗങ്ങൾ കടിപ്പെട്ട് രക്ഷയിട്ടാതെ മരണത്തെ കാത്തിരിക്കുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മളിന്ന് കാണുന്നു. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് മാരകമായ രോഗങ്ങൾ മനുഷ്യനെ കടന്നാക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രീകരണമുണ്ട്. ഒരുപക്ഷേ ജീവിതാനുഭവത്തിൽ തന്നെ പറയുന്നതായിരിക്കാം ഇത്. പ്രതിമയെ ആരാധിക്കുന്നവരായ മനുഷ്യരുടെ ശരീരത്തിൽ ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങളുണ്ടായി, മാരകമായ രോഗങ്ങൾ. 2-ാമൻ തൻ്റെ പാത്രം കടലിലേക്ക് ഒഴിച്ചു. അപ്പോൾ കടൽ മരിച്ചവൻ്റെ രക്തം പോലെയായി. 2ഉം 3ഉം പാത്രങ്ങളുമായി ബന്ധപ്പെടുന്നത് ജലമാണ്. ശരീരത്തെ ബാധിക്കുന്ന ബാധകൾ. രണ്ടാമത്തത് ജലത്തെ, കുടിവെള്ളവും സകല തരത്തിലുള്ള ജലവും രക്തമായി മാറുന്നു. കടലിലേക്ക് ഒഴിച്ചപ്പോൾ കടൽ മരിച്ചവൻ്റെ രക്തം പോലെയായി. ഒരു ജീവനും അവിടെ നിലനിൽക്കുന്നില്ല. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജലമലിനീകരണം. ജലം തന്നെ രക്തമായി മാറുന്ന, രക്തം പോലെ ആയിത്തീരുന്നു. ജീവിക്കാൻ സാധിക്കാത്ത, കുടിക്കാൻ കൊള്ളാത്ത വിധത്തിൽ. അടുത്ത കാലത്ത് കേൾക്കുകയുണ്ടായി, കേരളത്തിലെ നദികളിലെ വെള്ളം ഏതാണ്ട് 50% മലിനമാക്കപ്പെട്ടതാണ്. മാരകമായ വിഷം ബാധിച്ചിരിക്കുന്നു, മനുഷ്യനെ രോഗിയാക്കുന്നു. കടലും ഇപ്രകാരം വിഷലിപ്തമായി തീരുകയാണ്. മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ, കൂടുതൽ സമ്പാദിക്കാനുള്ള ശ്രമത്തിൽ കടൽ തന്നെ മലിനമാക്കപ്പെടുന്നതിൻ്റെ ഒരു സൂചനയും ഒരുപക്ഷെ ഇവിടെ കാണാം. കടൽ മരിച്ചവൻ രക്തം പോലെ അവിടെ ജീവൻ ഉണ്ടാവുകയില്ല. 3-ാമൻ തൻ്റെ പാത്രം നദികളിലും നീരുറവകളിലും ഒഴിച്ചു. അവ രക്തമായി മാറി. പുറപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നൈൽ നദിയും മറ്റെല്ലാ നദികളും ഈജിപ്തിലെ സകല ഉറവകളും രക്തമായി മാറുന്നതിനെക്കുറിച്ച് സൂചനയുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഈ നദികളെല്ലാം രക്തമായി മാറി എന്ന് പറയുക. കുടിക്കാൻ കൊള്ളാത്ത വിധത്തിൽ വിഷലിപ്തമായി തീരുന്നു വെള്ളം. അപ്പോൾ ജലത്തിൻ്റെ ദൂതൻ പറയുന്നത് ഞാൻ കേട്ടു, ആയിരിക്കുന്നവനും ആയിരുന്നവനും പരിശുദ്ധനുമായ അങ്ങ് ഈ വിധികളിൽ നീതിമാനാണ്. ഇവിടെ ഒരു പ്രത്യേക ചിന്താഗതി നമ്മൾ ഓർക്കണം.
പ്രപഞ്ചത്തിൻ്റെ ഓരോ ശക്തിക്കും ഓരോ വസ്തുക്കൾക്കും അതിൻ്റേതായ സംരക്ഷകരും ദൂതന്മാരുമുണ്ട്. ഭൂമിയുടെ ദൂതൻ, കാറ്റിൻ്റെ ദൂതൻ, കടലിൻ്റെ ദൂതൻ, നദിയുടെ ദൂതൻ, ഇങ്ങനെ ഓരോനെയും ദൈവം സംരക്ഷിക്കുന്നു, ദൈവത്തിൻ്റെ പരിപാലനയുടെ കീഴിലാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ വെള്ളത്തിൻ്റെ ദൂതൻ എന്ന് പറയുക. ജലത്തിൻ്റെ ദൂതൻ പറയുന്നത് കേട്ടു, അങ്ങയുടെ വിധികൾ നീതിമാനാണ്. അവർ വിശുദ്ധരുടെയും പ്രവാചകന്മാരുടെയും രക്തം ചൊരിഞ്ഞു, എന്നാൽ അങ്ങ് അവർക്ക് രക്തം കുടിക്കാൻ കൊടുത്തു. ദൈവവിശ്വാസികളെ നശിപ്പിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ കാറ്റിൽ പറക്കുന്നവർക്ക് പിന്നീട് ജീവിക്കാൻ പോലും സാധിക്കുകയില്ല എന്ന ഒരു സൂചനയാണ്. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നിടത്തോളം കാലം മാത്രമേ ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുകയുള്ളൂ. രക്തം ചിന്തുന്നവർക്ക് രക്തം കുടിക്കാൻ കൊടുത്തു. നമുക്കറിയാം, രക്തം കുടിച്ച് ജീവിക്കാൻ സാധിക്കുകയില്ല. അതാണ് അവർക്ക് കിട്ടേണ്ടത്. അപ്പോൾ ബലിപീഠം പറയുന്നത് കേട്ടു, അതേ, സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങയുടെ വിധികൾ സത്യവും നീതിയും നിറഞ്ഞതാണ്. ഇതൊരു പ്രതികാര ചിന്തയായിട്ട് കണക്കാക്കാനാവില്ല. വിധിയാളൻ വിധി പ്രസ്താവിക്കണം, അനീതി പ്രവർത്തിക്കുന്നവർ ശിക്ഷിക്കപ്പെടണം. അനീതി ഉന്മൂലനം ചെയ്യപ്പെട്ടില്ലെങ്കിൽ നീതി ഒരിക്കലും നിലനിൽക്കുകയില്ല. അതുകൊണ്ട് ശിക്ഷാവിധി പ്രസ്താവിക്കുന്നത് കരുണയില്ലാത്ത പ്രവൃത്തിയല്ല, നീതിയുടെ പ്രവർത്തനമാണ്. നാലാമവൻ തൻ്റെ പാത്രം സൂര്യൻ്റെ മേൽ ഒഴിച്ചു. അപ്പോൾ മനുഷ്യരെ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ അതിന് അനുവാദം ലഭിച്ചു. അത്യുഷ്ണത്താൽ മനുഷ്യർ വെന്തെരിഞ്ഞു. ആ മഹാമാരികൾ അധികാരമുണ്ടായിരുന്നവനെ എന്ന ദൈവത്തിൻ്റെ നാമം അവർ ദുഷിച്ചു. അവർ അനുദപിക്കുകയോ അവിടുത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല. ഇതാണ് നിർണായകമായ കാര്യം. ഓരോ ബാധകളും ഓരോ ശിക്ഷകളും മനുഷ്യനെ സുബുദ്ധിയിലേക്ക്, ധാർമ്മികതയിലേക്ക്, ദൈവവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പക്ഷേ ഒരു പീഡനവും ഒരു ശിക്ഷയും അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവർ അനുദപിക്കുകയോ ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല. ഓരോ ശിക്ഷയും കിട്ടുമ്പോൾ കൂടുതൽ കൂടുതൽ കഠിനമാവുകയാണ് ഹൃദയം. ഫറവോയുടെ ഹൃദയം കഠിനമായി എന്ന് പറയുന്നത് പോലെ. ഓരോ ബാധകളും കാണുമ്പോൾ ഞാൻ ഇപ്പോൾ വിട്ടയച്ചേക്കാം ജനങ്ങളെ എന്ന് പറയും. പക്ഷേ അത് കഴിയുമ്പോൾ ജനത്തെ വിട്ടയക്കാതെ വീണ്ടും അവരെ പീഡിപ്പിക്കുന്ന ഫറവോ. ഇങ്ങനെ എത്ര ശിക്ഷകൾ കണ്ടിട്ടും എത്ര അടയാളങ്ങൾ കണ്ടിട്ടും മാനസാന്തരപ്പെടാത്ത, മനസ്തപിക്കാത്ത, ജീവിത രീതി മാറ്റാത്ത സമൂഹത്തിൻ്റെ പ്രതീകമാണ് ഫറവോയും. ഇവിടെ സൂര്യൻ്റെ മേൽ ഒഴിക്കുമ്പോൾ അത്യുഷ്ണം ഇന്ന് നമ്മൾ വളരെയധികം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സൂര്യൻ്റെ താപം ഭൂമിയിൽ കൂടുതൽ ആഘാതമേൽപ്പിക്കുന്നുവെന്നും ഭൂമി പടിപടിയായി മരുഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞ് മലകൾ ഉരുകുകയും കടലിൻ്റെ സമുദ്രനിരപ്പ് ഉയരുകയും ചെയ്യുമെന്നും സമുദ്രതീരത്തുള്ള അനേകം സ്ഥലങ്ങളും പട്ടണങ്ങളും വെള്ളത്തിനടിയിലായി പോകുമെന്നും അതേസമയം മരുഭൂമി വികസിക്കുമെന്നും ഒക്കെ ശാസ്ത്രകാരന്മാർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കാരണം മനുഷ്യൻ്റെ തന്നെ സ്വാർത്ഥമോഹത്തിൻ്റെ ഫലമാണെന്നും അമിതമായ പ്രപഞ്ചത്തിൻ്റെ ദുരുപയോഗമാണെന്നും പഠിക്കുന്നുണ്ടെങ്കിലും മനസ്സ് തിരിയാൻ തയ്യാറാകുന്നില്ല. സർവോപരി ദൈവത്തിലേക്ക് മടങ്ങി വരാനുള്ള ആഹ്വാനമാണ് ഈ അടയാളങ്ങളെല്ലാം. പക്ഷേ അത് സ്വീകരിക്കാൻ മനുഷ്യൻ സന്നദ്ധമാവാതെ പോകുന്നു. ഇപ്പോൾ വെളിപാട് പുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന അവസാനത്തെ ഒരു ആഹ്വാനമാണ്. മനസ്സു തിരിയുവിൻ, ദൈവത്തിലേക്ക് അടുത്തു വരുവിൻ. ഈ പ്രപഞ്ചത്തെ ദൈവത്തിൻ്റെ സൃഷ്ടിയായി കണ്ട് അതിനെ അമിതമായി ചൂഷണം ചെയ്യാതെ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് നമ്മളെന്നുള്ള രീതിയിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുവിൻ. പക്ഷെ അത് കേൾക്കാൻ സന്നദ്ധമാവുന്നില്ല ആഗോള രാഷ്ട്രങ്ങളും വൻശക്തികളും പോലും. അഞ്ചാമൻ തൻ്റെ പാത്രം മൃഗത്തിൻ്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു. അപ്പോൾ അതിൻ്റെ രാജ്യം കൂരിരുട്ടിൽ അണ്ടുപോയി. ഇതും പുറപ്പാട് പുസ്തകത്തിൽ കണ്ടതാണ്. 3 ദിവസത്തേക്ക് ദീർഘിക്കുന്ന കൂരിരുട്ട്, അന്ധകാരം. മനുഷ്യർ കഠിന വേദന കൊണ്ട് നാവ് കടിച്ചു. വേദനയും വ്രണങ്ങളും മൂലം അവർ സ്വർഗസ്ഥനായ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെക്കുറിച്ച് അനുതപിച്ചില്ല. ആവർത്തിച്ചു പറയുകയാണ്. 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അവർ അനുതപിക്കുകയോ ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല. 11-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയും, അവർ അനുതപിച്ചില്ല. അവസാനം 21-ാമത്തെ വാക്യത്തിൽ വീണ്ടും മനുഷ്യർ ദൈവത്തെ ദുഷിച്ചു. അത് അത്ര ഭയങ്കരമായിരുന്നു. ഓരോ ശിക്ഷയും കഠിനമാകുമ്പോൾ ദൈവനിഷേധം, ദൈവവിരോധം വർദ്ധിക്കുകയല്ലാതെ മാനസാന്തരത്തിലേക്ക് മനുഷ്യൻ മടങ്ങി വരാൻ സന്നദ്ധമാവുന്നില്ല. 6-ാമത്തെ ദൂതൻ തൻ്റെ പാത്രം യൂഫ്രട്ടീസ് മഹാനദിയിൽ ഒഴിച്ചു. അപ്പോൾ അതിലെ ജലം വറ്റിപ്പോയി. അങ്ങനെ കിഴക്കു നിന്നുള്ള രാജാക്കന്മാർക്ക് വഴിയൊരുക്കപ്പെട്ടു. കിഴക്കുനിന്ന് വരുന്ന രാജാക്കന്മാർ റോമക്കാർക്ക് എന്നും ഒരു പേടി സ്വപ്നമായിരുന്നു. റോമക്കാർ ഭയപ്പെട്ട ഏക ശക്തി പാർത്തിയക്കാരായിരുന്നു. യൂഫ്രട്ടീസ് നദിയുടെ കിഴക്കു ഭാഗത്ത് വസിച്ചിരുന്ന അമ്പും വില്ലും ഉപയോഗിച്ച് ആയുധം ഉപയോഗിച്ച് യുദ്ധം ചെയ്തിരുന്ന പാർത്തിയക്കാരെ റോമക്കാർക്ക് എന്നും ഭയമായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം യൂഫ്രട്ടീസ് നദി വറ്റുകയും അവിടുന്ന് ശത്രുക്കൾ കടന്നു വരികയും ചെയ്യുന്നു. എന്താണ് കൃത്യമായിട്ട് അർത്ഥമാക്കുന്നത് നമുക്ക് പറയാൻ പ്രയാസമുണ്ട്. ഏതായാലും ഇവിടെ ഒരു സൈനിക ആക്രമണം, കടന്നാക്രമണത്തെയാണ് സൂചിപ്പിക്കുന്നത്, യുദ്ധത്തെ ആയിരിക്കും സൂചിപ്പിക്കുക. പക്ഷേ അതിനു ശേഷം തൊട്ടുവരുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
സർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും പുറപ്പെട്ട തവളകൾ പോലെ ഉള്ള 3 അശുദ്ധാത്മാക്കളെ ഞാൻ കണ്ടു. വ്യാഖ്യാനിക്കാൻ എളുപ്പമല്ലാത്ത മറ്റൊരു വാക്യമാണിത്. എന്താണ് ഈ തവളകൾ പ്രതിനിധാനം ചെയ്യുക? എന്താണ് ഇതിൻ്റെ ഉദ്ദേശ്യം? ഈ തവളകൾ വരുന്നത് വായിൽ നിന്നാണ്. വായിൽ എന്ന് പറയും 3 തരത്തിലുള്ള വാകളിൽ നിന്നാണ് വരിക. ഒന്ന് സർപ്പത്തിൻ്റെ വായിൽ നിന്ന് വരുന്നു, മൃഗത്തിൻ്റെ വായിൽ നിന്ന് വരുന്നു, കള്ളപ്രവാചകൻ്റെ വായിൽ നിന്ന് വരുന്നു. 12-13 അധ്യായങ്ങളിൽ നമ്മൾ കണ്ടതാണ് സർപ്പവും കടലിൽ നിന്ന് വന്ന മൃഗവും കരയിൽ നിന്ന് വന്ന മൃഗം അഥവാ വ്യാജപ്രവാചകനും. അപ്പോൾ ഈ 3ഉം തിന്മയുടെ ശക്തികളാണ്, ദൈവനിഷേധ ശക്തികളാണ്. ദൈവത്തെ നിഷേധിക്കുകയും ദൈവത്തിന് വിരുദ്ധമായി നിൽക്കുകയും ചെയ്യുന്ന ആൻറ്റി ഡിവൈൻ ഫോഴ്സസ് എന്ന് പറയാം. ദൈവവിരുദ്ധ ശക്തികളാണ് ഇത് 3ഉം. അതിൻ്റെ കൂടെ സാമ്രാജ്യമുണ്ട്, സാമ്രാജ്യത്തിൻ്റെ സകല ഉപകരണങ്ങളുമുണ്ട്, ഭരണകൂടങ്ങളുമുണ്ട്. അപ്പോൾ സാത്താൻ്റെയും സാമ്രാജ്യത്തിൻ്റെയും വായിൽ നിന്ന് വരുന്നതാണ് ഈ തവളകൾ. വായിൽ നിന്ന് വരുന്നതറിയാൻ നമുക്കറിയാം വാക്കാണ്. വായിൽ നിന്ന് വരുന്ന വാക്കാണ്, പ്രചരണങ്ങളാണ്. അപ്പോൾ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന, തിന്മയിലേക്ക് നയിക്കുന്ന പ്രചരണ മാധ്യമങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. വായിൽ നിന്ന് വരുന്ന തവളയുടെ പ്രത്യേകതയുണ്ട്. തവള എപ്പോഴും ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. തവള എപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശബ്ദമാണ്, ശബ്ദമലിനീകരണത്തെക്കുറിച്ചല്ല പറയുക, ഇവിടെ നടക്കുന്ന പ്രചരണമാണ്. ദൈവത്തിനും ദൈവത്തിൻ്റെ രാജ്യത്തിനും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്കുമെതിരെ നടക്കുന്ന തെറ്റായ വ്യാജ പ്രവാചകന്മാരുടെ പ്രബോധനങ്ങളാണ്, പ്രചരണങ്ങളാണ് ഇവിടെ. അപ്പോൾ ജനത്തെ മുഴുവനും ദൈവത്തിനും ദൈവത്തിനും എതിരെ ഒരുമിച്ച് കൂട്ടാൻ നടക്കുന്ന ദൈവവിരുദ്ധ പ്രചരണങ്ങളുടെ ഒരു ചിത്രീകരണമാണ് ഇവിടെ കാണുന്നത്. അത് ഒരുപക്ഷെ എന്നത്തേക്കാൾ കൂടുതൽ ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണും. ഇപ്പോൾ ദൈവനിഷേധത്തിൻ്റെതായ ശബ്ദമാണ് എല്ലായിടത്തും കേൾക്കുക. ദൈവമില്ല എന്ന് സ്ഥാപിക്കാനായിട്ട് ശാസ്ത്രകാരന്മാർ പോലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരുമല്ല, നമുക്കറിയാം. ഇപ്പോൾ ദൈവനിഷേധം പ്രായോഗികമായ നിഷേധം ഉണ്ടാകാം, അല്ലെങ്കിൽ താത്വികമായ നിഷേധം ഉണ്ടാകാം. ഒരുപക്ഷെ താത്വികമായ നിരീശ്വരത്വത്തെക്കാൾ കൂടുതൽ അപകടകാരിയാണ് പ്രായോഗികമായ നിരീശ്വരത്വം. നമുക്കറിയാം, ദൈവമുണ്ട് എന്ന് പറയുകയും ഇല്ലാത്തതുപോലെ ജീവിക്കുകയും ചെയ്യുക. ദൈവമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താൻ തയ്യാറാകാതിരിക്കുക. സ്വാർത്ഥമോഹങ്ങൾക്ക്, ജഡിക ആസക്തികൾക്ക്, ദ്രവ്യാസക്തിക്ക് അടിമയായി മനുഷ്യൻ ഇഷ്ടം പോലെ ജീവിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ദൈവനിഷേധത്തിൻ്റെ തന്നെ ഭാഗമായി മാറുന്നു. ദൈവമുണ്ടെന്ന് പറയുകയും ദൈവത്തെ ആരാധിക്കുന്ന മാനിക്കുകയും ചെയ്യുന്നവർ ദൈവത്തിൻ്റെതായ പ്രമാണങ്ങളനുസരിച്ചല്ല ജീവിക്കുന്നെങ്കിൽ അവിടെ നിരീശ്വരത്വം ഉടലെടുക്കുകയായി. ദൈവത്തിൻ്റെ ദാനമാണ് ജീവൻ. നീ കൊല്ലരുത് എന്ന പ്രമാണം ദൈവം നൽകിയതാണ്. കൊല്ലരുത് എന്ന പ്രമാണം എല്ലാവർക്കും ബാധകമാണ്. ആ കൊല്ലരുത് എന്നത് മനുഷ്യജീവനെ സംരക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ കൽപ്പനയായിരുന്നു. പക്ഷേ മാതൃഗർഭത്തിലുള്ള ശിശുവിനെ വധിക്കുന്ന കൊലപാതകമല്ല എന്ന് ചിത്രീകരിച്ചുകൊണ്ട് അത് മനുഷ്യൻ്റെ അവകാശമാണെന്ന് വ്യാഖ്യാനിച്ചു വാദിച്ചുകൊണ്ട് സർക്കാരുകൾ തന്നെ നിയമങ്ങളുണ്ടാക്കുമ്പോൾ ഈ വായിൽ നിന്ന് വരുന്ന സാത്താൻ്റെ അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന തവളയുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. മരണം ദൈവം നിശ്ചയിക്കുന്ന സമയത്തേ ഉണ്ടാകാവൂ. ഓരോരുത്തരും എത്ര കാലം ജീവിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ഓരോ വ്യക്തിക്കും. ആ സമയമാകുന്നതിന് മുമ്പേ നമ്മൾ മരണത്തെ ത്വരിതപ്പെടുത്തുന്നതും ദൈവനിഷേധത്തിൻ്റെ തന്നെ ഭാഗമാണ്. ഇന്ന് പല രാജ്യങ്ങളും നിയമങ്ങളാക്കി കൊണ്ടുവരികയാണ്. യൂത്തനേസിയ, നല്ല മരണം. മനുഷ്യജീവിതം ദുർവഹമായൊരു ചുമടായി തോന്നുമ്പോൾ, പ്രായമായവരും മാറാരോഗികളും സമൂഹത്തിന് ഭാരമായി തോന്നുമ്പോൾ കഴിയുന്ന വേഗം അവരെ ഉന്മൂലനം ചെയ്യുക എന്നത് ഇന്നൊരു പതിവായി മാറുന്നു. ഇവിടെയും ഈ ദുഷ്പ്രചരണത്തിൻ്റെതായ അടയാളങ്ങൾ കാണും. മനുഷ്യനെ ശത്രുവായി കാണുക, അത് മതവിദ്വേഷം വളർത്തിക്കൊണ്ടായിരിക്കാം, വർഗ്ഗവിദ്വേഷം കൊണ്ടായിരിക്കാം. മനുഷ്യനെ പല തട്ടുകളാക്കി, പല വർഗ്ഗങ്ങളാക്കി, പല പാർട്ടികളാക്കി പരസ്പരം പോരാടാനായിട്ട് പ്രേരിപ്പിക്കുന്നത്, അന്യൻ്റെ മേൽ സംശയം ഉളവാക്കിക്കൊണ്ട്, അന്യൻ്റെ മേൽ സംശയത്തിൻ്റെ ആരോപണങ്ങൾ എത്തിച്ചുകൊണ്ട് അവനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഈ തവളയുടെ പ്രചാരണങ്ങൾ കാണും. വിവിധങ്ങളായ രീതികളിലൂടെ എല്ലാ മാധ്യമങ്ങളും ഉപയോഗിച്ച് ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രമാണത്തെയും നിരസിക്കാനും തിരസ്കരിക്കാനും ഇല്ലായ്മ ചെയ്യാനും ശ്രമിക്കുന്ന ആ പ്രചരണ മാധ്യമങ്ങൾ ഇവിടെയുണ്ട്. ഈ വായിൽ നിന്ന് വരുന്ന 3 തവളകളിൽ അവർ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിനത്തിലെ യുദ്ധത്തിനായി ലോകമെമ്പാടുമുള്ള രാജാക്കന്മാരെ ഒന്നിച്ചുകൂട്ടാൻ പുറപ്പെട്ടവരും അടയാളങ്ങൾ കാണിക്കുന്നവരുമായ പൈശാചിക ആത്മാക്കളാണ്. തവളകൾ പൈശാചിക ആത്മാക്കളാണെന്ന് പറയും. സമൂഹത്തെ മുഴുവനും ബാധിക്കുന്ന ഈ തെറ്റായ പ്രബോധനങ്ങൾ, വ്യാജ പ്രബോധനങ്ങൾ, പൈശാചികമായ പ്രബോധനങ്ങൾ. പിശാചിനെക്കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, അവൻ നുണയനാണ്, നുണയുടെ പിതാവുമാണ്. നുണ സത്യമായി പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന തിന്മയുടെ ശക്തിയാണ്. രണ്ടാമത്തെ കാര്യം യേശു പറഞ്ഞത്, അവൻ കൊലപാതകിയാണ്.
ആബേലിനെ വധിക്കാൻ കായനെ പ്രേരിപ്പിച്ച ശക്തി മുതൽ ഇങ്ങോട്ട് നടക്കുന്ന കൊലപാതകങ്ങളുടെ എല്ലാം പിന്നിൽ ഈ ഒരു ശക്തിയുണ്ട്. അപ്പോൾ പൈശാചിക ആത്മാക്കൾ മനുഷ്യ സമൂഹത്തെ മുഴുവനും ബാധിക്കുന്നു പറഞ്ഞു. ലോകത്തെ എല്ലാ ജനതകളെയും ഒരുമിച്ച് കൂട്ടി ദൈവവിരുദ്ധമായ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞതിന് ശേഷം യേശുവിൻ്റെ ഒരു വാക്ക്, ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു. നഗ്നനായി മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതരായി തീരാതെ വസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. മൂന്നാമത്തെ ഭാഗ്യമാണ്. വെളിപാട് പുസ്തകത്തിലെ സപ്തഭാഗ്യങ്ങളിൽ മൂന്നാമത്തേതാണ്. ആർക്കാണത്? വസ്ത്രം ധരിച്ചിരിക്കുന്നവർ, നഗ്നനായി കാണാതെ. എപ്പോഴാണ് നഗ്നത? അരുതാത്ത് ചെയ്ത് ഉണ്ടാകുന്ന ലജ്ജാബോധമാണ്. ഇപ്പോൾ ശാരീരികമായ നഗ്നതയെക്കുറിച്ചല്ല ഇവിടെ പറയുക. ദൈവത്തിന് മുമ്പിൽ നഗ്നനായി പ്രത്യക്ഷപ്പെടുക, ദൈവം നൽകിയ വിശുദ്ധി, ദൈവത്തിൻ്റെതായ വിശുദ്ധി ഇല്ലാതായി പോകുമ്പോൾ നഗ്നനായിത്തീരുന്നു. ഈ നഗ്നതയെ മറയ്ക്കാനാണ് അത്തിയിലകൾ കൂട്ടിത്തുന്നി അരക്കച്ചുണ്ടാക്കാൻ ശ്രമിച്ചത്. അത് ഒരു വിഫല ശ്രമമായിരുന്നു നമ്മൾ കാണും. യഥാർത്ഥമായ വസ്ത്രം, വെള്ളവസ്ത്രം നൽകുന്നത് യേശുക്രിസ്തുവാണ്. യേശുവിൻ്റെ രക്തത്തിൽ സ്വന്തം വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവരെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ യേശുവിൻ്റെ രക്ഷയിൽ പങ്കുചേരാൻ സന്നദ്ധമാവാതെ, യേശു നൽകുന്ന വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കാതെ സ്വാർത്ഥമോഹത്തിന് അടിപ്പെട്ടു പോകുന്നവർ, ഭൗതിക ആസക്തികളിൽ പെട്ടുപോകുന്നവർ ഈ ഭാഗ്യത്തിന് അർഹരാവുകയില്ല. അതേസമയം വസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ജാഗ്രത പാലിക്കണം. ഹെബ്രായ ഭാഷയിൽ ഹർമഗെദോൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് അവരെ ഒരുമിച്ച് കൂട്ടി. ഇത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒന്നാണ്. ഹർമഗെദോൻ, ഹർമെഗിദോ എന്ന രണ്ട് വാക്കുകൾ കൂടിച്ചേർന്നാണ് ഹർമഗെദോൻ. ഹർ എന്ന ഹീബ്രു ഭാഷയിൽ അർത്ഥം മല എന്നാണ്. മെഗിദോ മല എന്നാണ് അർത്ഥം. മെഗിദോ മല പഴയ നിയമത്തിൽ വലിയ യുദ്ധങ്ങൾ നടന്ന സ്ഥലമാണ്. അവിടെയാണ് വിശുദ്ധനായ ജോസിയ രാജാവ് ഫറവോ നെക്കോയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ മരിച്ചു വീണത്. എസെക്കിയേലിൻ്റെ പുസ്തകം 38-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിലും 39 4-ാമത്തെ വാക്യത്തിലും ഈ മെഗിദോയെക്കുറിച്ച് പറയുന്നുണ്ട്. ഹർമഗെദോൻ, മെഗിദോ മല. അപ്പോഴേ വലിയ യുദ്ധങ്ങൾ നടന്ന, വലിയ നാശങ്ങൾ സംഭവിച്ച ഒരു സ്ഥലമായി ഈ മെഗിദോയെ കാണും. അത് ഹർമഗെദോൻ ഒരു പ്രതീകമായി തീരുന്നു. ദൈവ നിഷേധകരായ സകല ശക്തികളും ഒരുമിച്ചുകൂടി ദൈവത്തിനെതിരെ നടത്തുന്ന അന്തിമ യുദ്ധത്തിൽ പരാജയപ്പെടുന്ന സ്ഥലമാണ് ഹർമഗെദോൻ. ആ യുദ്ധത്തെക്കുറിച്ച് ഇവിടെ സൂചനയുണ്ടെങ്കിലും അത് പിന്നീട് പറയുന്നത് 19-ാമത്തെ അധ്യായത്തിലാണ്. ഹർമഗെദോൻ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ ഒരുമിച്ച് കൂട്ടി. ഏഴാമൻ തൻ്റെ പാത്രം അന്തരീക്ഷത്തിലൊഴിച്ചു. അപ്പോൾ ശ്രീകോവിലിലെ സിംഹാസനത്തിൽ നിന്ന് വലിയ ഒരു സ്വരം പുറപ്പെട്ടു, ഇതാ തീർന്നു. അപ്പോൾ മിന്നൽ പിണരുകളും ഉച്ചഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂമിയിൽ മനുഷ്യരുണ്ടായത് മുതൽ ഇന്നോളം സംഭവിച്ചിട്ടില്ലാത്ത അത്ര വലിയ ഭൂകമ്പവും ഉണ്ടായി. ഇതാ തീർന്നു, അവസാനത്തേതാണ്. പക്ഷെ ഇനിയും വരാനുണ്ട്. സംഭവിക്കാൻ പോകുന്നവയെക്കുറിച്ചുള്ള മുൻസൂചനയാണ് ഇവിടെ. മഹാനഗരം 3 പിളർന്നു, ജനതകളുടെ പട്ടണങ്ങൾ നിലംപതിച്ചു. തൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ ചഷകം മട്ടുവരെ കുടിപ്പിക്കാൻ വേണ്ടി മഹാബാബിലോണിനെ ദൈവം പ്രത്യേകം ഓർമ്മിച്ചു. ഇനി അടുത്ത അധ്യായത്തിലുള്ള സൂചനയാണ് മഹാബാബിലോൺ. ആരാണ് മഹാബാബിലോൺ? എന്താണ് മഹാബാബിലോൺ കുടിക്കാൻ പോകുന്ന ചഷകം? അത് നമ്മൾ നാളെ കാണുന്നതാണ്. താലന്തുകൾ മഹാബാബിലോണിനെ ദൈവം പ്രത്യേകം ഓർമ്മിച്ചു. ദ്വീപുകളെല്ലാം ഓടിയൊളിച്ചു, പർവ്വതങ്ങൾ കാണാതായി. താലന്തുകളുടെ ഭാരമുള്ള വലിയ കല്ലുകളുടെ പെരുമഴ ആകാശത്ത് നിന്ന് മനുഷ്യരാശികളിൽ പതിച്ചു. ഏതാണ്ട് 34 കിലോ ആണ് ഒരു താലെന്ന് പറയുക. അപ്പോൾ വലിയ ഭാരമുള്ള കല്ല്, കന്മഴ, അത് പുറപ്പാട് പുസ്തകത്തിൽ സംഭവിച്ചു തന്നെയാണ്. ഇപ്പോഴും ദൈവത്തിൻ്റെ ശിക്ഷാവിധി ഇവിടെ കൂടുതൽ ശക്തമാകുന്നു. അവസാനത്തെ ശിക്ഷാവിധി വരുമ്പോഴും മനുഷ്യർ ദൈവത്തിലേക്ക് തിരിയുകയല്ല, ദൈവത്തെ ശപിക്കുകയാണ് ചെയ്യുക. കന്മഴയാകുന്ന മഹാമാരി നിമിത്തം മനുഷ്യർ ദൈവത്തെ ദൂഷിച്ചു. അത് അത്ര ഭയങ്കരമായിരുന്നു. ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിലുണ്ടാകുന്ന പ്രതിഭാസങ്ങൾ, പ്രത്യേകിച്ചും വലിയ കൊടിയ വരൾച്ചയും വെള്ളപ്പൊക്കവും അതുപോലുണ്ടാകുന്ന കൃഷിനാശങ്ങളും ഭൂകമ്പങ്ങളും മറ്റു മഹാമാരികളും ഒക്കെ മനസ്സു തിരിയാനുള്ളൊരു ആഹ്വാനമായി നമ്മൾ കണക്കാക്കണം. മനുഷ്യർ പരസ്പരം സ്നേഹത്തിലേക്ക് കടന്നു വരാനും ദൈവ കൽപ്പനകൾ പാലിക്കാനും മനസ്സ് തിരിഞ്ഞ് ദൈവത്തിന് സ്വയം അടിയറ വയ്ക്കാനുമുള്ള ഒരു ആഹ്വാനമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ആരുടെയും നാശമല്ല, പാപിയുടെ മാനസാന്തരമാണ്. അപ്പോഴിങ്ങനെ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളുടെ മുമ്പിൽ ദൈവത്തിനെതിരെ ശത്രുത വർദ്ധിക്കുകയല്ല, ദൈവത്തിന് സ്വയം വിധേയപ്പെട്ട് താഴ്മയോടെ വിനയത്തോടെ മടങ്ങി വരാനുള്ളൊരു ആഹ്വാനമാണ്. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, വെളിപാട് പുസ്തകത്തിൽ അങ്ങ് പറഞ്ഞു വെച്ച പല ശിക്ഷകളും ഇന്നീ പ്രപഞ്ചത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതായി ഞങ്ങൾ കാണുന്നു. കർത്താവേ, ശിക്ഷയുടെ ഭാരം വർദ്ധിക്കുമ്പോഴും മനസ്സു തിരിയാൻ കഴിയാതെ പോകുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ ആണ് ഞങ്ങളും.
കർത്താവേ, ഹൃദയം തുറന്ന് അങ്ങിലേക്ക് അടുത്തു വരാൻ, ഞങ്ങൾ പോകുന്ന തെറ്റായ വഴികളിൽ നിന്ന് മാറി അങ്ങയുടെ പാതകൾ പിന്തുടരാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ശിക്ഷാവിധികൾ അടയാളങ്ങളായി കണ്ടുകൊണ്ട് അങ്ങിലേക്ക് മടങ്ങി വരാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിത്യശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ, അങ്ങയുടെ ഭവനത്തിൽ എന്നേക്കും വസിക്കാൻ അവിടുന്ന് ആവശ്യമായ മാനസാന്തരത്തിൻ്റെ വരം ഞങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.